ഹായ്, കുറച്ച് നാളായിട്ട് ഞാൻ ആലോചിക്കുക കേട്ടോ, സ്ട്രോബെറിയും ബ്ലൂബെറിയും വെക്കണമെന്ന്. എനിക്കാണെങ്കിൽ മറ്റേ വലിയ സ്ട്രോബെറി ഇല്ലേ, എനിക്കതാണ് ഇഷ്ടം. ഇവിടെ വേറെ തരം സ്ട്രോബെറി ഉണ്ട് കേട്ടോ, ഇന്ന് കുട്ടി സ്ട്രോബെറി ഉണ്ട്. അതെനിക്കാണെങ്കിൽ അത്ര ഇഷ്ടമില്ല. ഇച്ചിരി സ്ക്വിഷി സോഫ്റ്റി സാധനമാണ്. എനിക്ക് മറ്റേ വലുതാണ് ഇഷ്ടം. അപ്പോൾ ഇത് വാങ്ങുമ്പം എവിടെ നിന്ന് വാങ്ങും, ഈ കറക്റ്റ് ഇനം എവിടെ നിന്ന് കിട്ടുന്ന ആലോചിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഒരു ഫ്രണ്ട് ചേച്ചിയുടെ വീട്ടിൽ ഈ വലിയ സ്ട്രോബെറി ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്ന് ചേച്ചിയുടെ വീട്ടിൽ പോയി നമ്മൾ കുറച്ച് സ്ട്രോബെറി വെക്കാനുള്ളതിൻ്റെ തണ്ടും കൊണ്ടാട്ടോ വന്നേക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം സ്ട്രോബെറി വെക്കലാണ് കേട്ടോ. കാണിച്ചേ. അപ്പം 4 എണ്ണമാണുള്ളത്. 1 2 3 4. ഈ സ്ട്രോബെറി പ്ലാന്റർ നല്ല ഭംഗിയുള്ളത് കിട്ടും കേട്ടോ ആമസോണിൽ വാങ്ങാൻ. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് വെക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ ഗൈസ് ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു, അതുകൊണ്ട് ഞാനത് വാങ്ങിയിട്ടില്ല. നമ്മളിപ്പോൾ നമ്മുടെ സാധാരണ ചട്ടിയിൽ പ്ലാസ്റ്റിക് ചട്ടി വെച്ചിട്ട് വെക്കാൻ പോകുന്നു. എന്നിട്ട് പിന്നെ നമുക്കത് റീപ്ലാന്റ് ചെയ്യാം. പ്രത്യേകിച്ച് സോയിൽ മിക്സ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഇത് നമ്മുടെ ആൽഡിയിൽ നിന്ന് വാങ്ങിയ കമ്പോസ്റ്റാണ്. ആൽഡിയിൽ 40 ലിറ്ററുള്ള ഒരു ചാക്ക് കമ്പോസ്റ്റിന് 2 പൗണ്ട്. ഭയങ്കര ഓഫറായി പോയില്ലേ. പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്യുന്നില്ല. കമ്പോസ്റ്റ് ഇടുന്നു, സ്ട്രോബെറി പ്ലാന്റ് വെക്കുന്നു, വീണ്ടും കമ്പോസ്റ്റ് ഇട്ടത് മൂടും. ഇത്രയുമേ ഇതിന് പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ മതി എന്നാണ് എൻ്റെ വിശ്വാസം. പ്ലാൻ ചെയ്തിട്ടുണ്ടേ. ഞാൻ 4 എണ്ണയുള്ളതാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ വെച്ച് വന്നപ്പോഴത്തേക്ക് 6 എണ്ണം ഉണ്ട്. വെള്ളം ഒഴിച്ചെടുക്കുവാണേ. ഇപ്പോഴത്തെ ഒരു പ്ലാൻ, ഇത് ഗാർഡൻ്റെ ആ സൈഡിൽ ഈ ഒരു സൈഡിൽ വെക്കാം എന്നാണ് വിചാരിച്ചേക്കുന്നത്.